ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തു നിർത്തിയത് 1963 വരെയുള്ള 5 പൈസ കോയിൻ്റെ വിലവിവരങ്ങളാണ്. ഇത് നമുക്ക് 1964 മുതൽ മുൻപോട്ട് പോകാം. അപ്പോൾ സമയം കളയാതെ വീഡിയോ കണ്ടിട്ട് വരാം. ആയിരത്തി 1964 ഹൈദരാബാദ് മിൻറ്റ് കോയിൻ റയർ കോയിനാണ്. 100 രൂപയിൽ തുടങ്ങി 700 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അതുപോലെ തന്നെ 1965 ഹൈദരാബാദ് മിൻറ്റ് കോയിനും റയറാണ്. 500 രൂപയിൽ തുടങ്ങി 4000 രൂപ വരെ ബിൽ ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 1966 അച്ചടിക്കപ്പെട്ടുള്ള ബോംബെ കൽക്കട്ട മിൻറ്റ് കോയിൻ. 2 കോയിൻസും റയർ കാറ്റഗറിയിൽ പെടുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഉടനെ വിൽക്കരുത്. ഇതിപ്പോൾ ഈ 350 ഈ വർഷത്തെ ബുക്കിലാണെങ്കിൽ അടുത്ത വർഷം ഇതിവിടെ 1000 രൂപ വരെ ലഭിക്കുന്ന കോയിനായേക്കാം. ഈ 4000 8000 ആയേക്കാം. ഈ 700 എന്ന് പറയുന്നത് അടുത്ത വർഷമാകുമ്പോൾ 1500 ആയേക്കാം. അപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് കയ്യിൽ പിടിച്ചു നിർത്തിയാൽ അതിൻ്റേതായ വില മാറ്റം വരും. റയർ കോയിനുകൾ വിൽക്കരുത്. സ്കെയർ കോയിൻ നമുക്ക് വേണേൽ കൊടുക്കാം, പെട്ടെന്നത് വില കൂടുന്നതല്ല. ബാക്കിയുള്ള കണക്കുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മൊത്തത്തിൽ ചെയ്യണമെന്ന് ഇല്ല. സത്യം പറഞ്ഞ് ഒരുപാട് പേരുടെ കയ്യിലൊന്നും 5 പൈസ തൊട്ടുകൾ കാണില്ല. അതുകൊണ്ടാണ് മൊത്തത്തിൽ ചെയ്യാത്തത്. ആ ഒരു കണക്ക് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്കതൊരു ബുക്കിൽ പകർത്തിയെടുക്കാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിലേക്ക് വരാം. 1967 അച്ചടിച്ചിട്ടുള്ള കോയിൻസ്. ഹൈദരാബാദ് മിൻറ്റ് കോയിൻ 100 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. 1968 കോയിനും ഹൈദരാബാദ് മിൻറ്റ് കോയിൻ 100 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനുകളാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് തന്നെ ഒരു ബുക്കിലേക്ക് പകർത്തിയെടുക്കാവുന്നതാണ്. 1969 കോയിനുകൾ റയർ കോയിനാണ്. 100 രൂപയിൽ തുടങ്ങി 1000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. ബോംബെ മിൻറ്റ് കോയിനാണ്. ഈ 1000 എന്ന് പറയുന്നത് ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 2000 3000 ആയി മാറിയേക്കാം. റയർ കോയിൻ കയ്യിൽ കിട്ടിയാൽ വിൽക്കരുത്. അടുത്തത് നമുക്ക് 1970 കോയിൻസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ബോംബെ മിൻറ്റ് കോയിൻ 100 രൂപ, ബോംബെ കൽക്കട്ട മിൻറ്റ് കോയിൻ 100 രൂപ വരെയും ഹൈദരാബാദ് മിൻറ്റ് കോയിൻ 150 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. 1971 കോയിൻ 5 രൂപ മുതൽ 30 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനുകളാണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. ആയിരത്തി 1973 കോയിൻ 5 രൂപ തുടങ്ങി ഹൈദരാബാദ് മിൻറ്റ് കോയിൻ 5 രൂപയിൽ തുടങ്ങി 50 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനാണ്. അതുപോലെ 1974 ഹൈദരാബാദ് മിൻറ്റ് കോയിനും 5 രൂപയിൽ തുടങ്ങി 50 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനുകളാണ്. 1975 കൽക്കട്ട മിൻറ്റ് കോയിൻ 100 രൂപയിൽ തുടങ്ങി 500 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനുകളാണ്. ബാക്കി 1972 മുതൽ 75 വരെയുള്ള 5 പൈസ കോയിൻ വെരിഫൈൻ കണ്ടീഷനിൽ 5 രൂപയിൽ തുടങ്ങി UNC കണ്ടീഷനിൽ 30 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനുകളാണ്. അടുത്തതായി 1976 മുതൽ 84 വരെയുള്ള കണക്ക് നോക്കാം. 1976 ഹൈദരാബാദ് മിൻറ്റ് കോയിൻ 10 രൂപയിൽ തുടങ്ങി 100 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനുകളാണ്. 1978 ബോംബെ മിൻറ്റ് കോയിൻ 15 രൂപയിൽ തുടങ്ങി 100 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനുകളാണ്. 1980 ബോംബെ മിൻറ്റ് കോയിൻ 25 രൂപയിൽ തുടങ്ങി 100 രൂപ വരെ ലഭിക്കാവുന്ന കോയിനുകളാണ്. 1980 തന്നെ കൽക്കട്ട മിൻറ്റ് കോയിൻ റയറായിട്ടുള്ള കോയിനാണ്. 100 രൂപയിൽ തുടങ്ങി 300 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനുകളാണ്. 1983 കൽക്കട്ട മിൻറ്റ് കോയിൻ 15 രൂപയിൽ തുടങ്ങി 50 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനാണ്. 1981 ബോംബെ മിൻറ്റ് കോയിൻ 5 രൂപയിൽ തുടങ്ങി 70 രൂപ വരെ വില ലഭിക്കാവുന്ന കോയിനുകളാണ്. ബാക്കിയുള്ള 1976 മുതൽ 84 വരെയുള്ള കോയിൻസുകൾ വെരിഫൈൻ കണ്ടീഷനിൽ 5 രൂപയിൽ തുടങ്ങി
UNC കണ്ടീഷനിൽ 30 രൂപയോ 50 രൂപ വരെയോ വില ലഭിക്കാവുന്ന നാണയങ്ങളാണ്. അടുത്തതായി 1984 അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഒരു കോയിൻസ്, തെറ്റായി അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിൻസാണിത്. 1984 കൽക്കട്ടയിലാണ് ഇത് തെറ്റായി അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ദേ ഇവിടെ സത്യമേവ ജയതേ വന്നിട്ടുണ്ട്. ഈ ഒരു കോയിൻസിൽ, അതിന് തൊട്ട് മുമ്പ് അടിച്ച ഈ ഒരു കോയിൻസിൽ സത്യമേവ ജയതേ ഇല്ല. ഇതൊരു 1984 അച്ചടിക്കപ്പെട്ട ഈ ഒരു കോയിൻ, സത്യമേവ ജയതേ എഴുത്തോടു കൂടിയുള്ള കോയിൻസ് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതൊരു റെയറായിട്ടുള്ള കോയിനാണ്. വെരിഫൈൻ കണ്ടീഷനിൽ 2500 തുടങ്ങി UNC കണ്ടീഷനിൽ 8000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനാണ്. റെയർ കോയിനുകൾ കയ്യിൽ കിട്ടിയാൽ കഴിവതും ഒരു 5 വർഷമെങ്കിലും കയ്യിൽ പിടിച്ച് നിർത്താൻ ശ്രമിക്കുക. കാരണം ഈ 8000 എന്നുള്ളത് ഒരു 5 വർഷം കഴിയുമ്പോൾ 80,000 ആയി മാറിയേക്കാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.